സജിലയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചത് ശരിക്കും ഭർത്താവിൻ്റെ ബാപ്പയാണ്. സാധാരണ സ്ത്രീകളുടെ പ്രശ്നം സ്ത്രീകളല്ലേ മനസ്സിലാക്കൂ, പുരുഷന്മാർ മനസ്സിലാക്കിയാലും വലിയ തെറ്റൊന്നുമില്ലല്ലോ. എന്തായിരുന്നു ആ പ്രശ്നം എന്നുള്ളത് നമുക്ക് കഥ വായിച്ച് തന്നെ അറിയാം. മാഡം, എൻ്റെ പേര് സജില, യഥാർത്ഥ പേരൊന്നും അല്ല കേട്ടോ. എനിക്ക് 29 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി. എനിക്ക് ഒരു കുട്ടിയുണ്ട്. ഹസ്ബൻഡിന് ആദ്യത്തെ 3-4 വർഷം ഗൾഫിലായിരുന്നു ജോലി. അത് കഴിഞ്ഞതിൽ പിന്നെ ഹസ്ബൻഡിൻ്റെ ബാപ്പ അദ്ദേഹത്തെ വിളിച്ച് നാട്ടിൽ വരുത്തി. കാര്യം, ഹസ്ബൻഡ് ഒരു അനിയനുണ്ടായിരുന്നു, അവന് ഗൾഫിൽ പോകണം. അപ്പോൾ നാട്ടിലെ ബിസിനസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്തു അത് നന്നായി. ഒരു കുട്ടി ഉണ്ടായ ശേഷം പിന്നീട് കുട്ടികൾ പെട്ടെന്നൊന്നും ഉണ്ടായില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് 3 കുട്ടികളെങ്കിലും അടുപ്പിച്ച് വേണമെന്നാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് നടന്നില്ല. ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കും, പുള്ളി അങ്ങ് പോകും. പ്രത്യേകിച്ച് പരിശോധനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആരും ശ്രദ്ധിച്ചില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യം ഒരു കുട്ടി ഉണ്ടായല്ലോ, അപ്പം പിന്നെ രണ്ടാമത്തെ കുട്ടി എപ്പോഴാണെന്ന് ചോദിക്കുന്നല്ലാതെ വലിയ സീരിയസ് ആയിട്ടൊന്നും ആരും അതിനെപ്പറ്റി എടുക്കില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെയാണ് ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പം കാര്യങ്ങളൊക്കെ ജോറാകും, നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി നമുക്ക് അങ്ങനെ വിചാരിക്കാം, പക്ഷേ നീ പണ്ടത്തെ പോലെ ആകരുത്. അതെന്താ മനുഷ്യ അങ്ങനെ പറഞ്ഞതും? അല്ല, പണ്ട് നീ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ സമ്മതിക്കുള്ളൂ, അല്ലാത്ത സമയത്ത് നിന്നെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് സ്നേഹിക്കാൻ വന്നു കഴിഞ്ഞാൽ അടിയും ഇടിയും തൊഴിയൊക്കെ അല്ലേ. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ദിവസങ്ങളൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാനെങ്ങനെ സമ്മതിക്കുക? സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ അധികം ശല്യപ്പെടുത്തായിരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നീ ഒന്നിനും നോ പറയരുത് എന്ന് വെച്ചിട്ടും എനിക്ക് തോന്നിയില്ലല്ലേ സമ്മതിക്കാൻ പറ്റൂ? തോന്നണം. നീ ഇത്ര ആവേശത്തോടുകൂടി പറയുന്നു ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരം നടത്തണമെന്നും. എടീ, പൂരമാകുമ്പോൾ പല കൊമ്പന്മാരും പല കുടമാറ്റങ്ങളും എന്നും വേണ്ടി വരും എന്ന് പറഞ്ഞു. എങ്കിൽ വാ ഇങ്ങോട്ട്, ഞാനെല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വന്നതിൽ പിന്നെ ഞാനും പുറത്തു. ഞങ്ങൾക്കിടയിൽ നല്ല ഗ്യാപ്പുണ്ട്. ഇത്രയും വർഷമായി ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഡെയിലി കുറേ വർഷം ഒന്നിച്ച് ജീവിച്ച ആൾക്കാരുടെ ഒരു ഇമ്പം ഞങ്ങൾക്കിടയിലില്ലെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇമ്പവും മറ്റ് രസങ്ങളും ഒക്കെ നന്നായി പോകും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. കറക്റ്റായിരുന്നു, നല്ല ആവേശമുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വേണ്ടത്ര സമയമുണ്ട്, അല്ലെങ്കിൽ 10-25 ദിവസം വരുമ്പോഴേക്കും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നാണല്ലോ. ഇനിയിപ്പോൾ പുള്ളി എപ്പോഴുമുണ്ട്. ഇത്തിരി പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കൊന്നിച്ചിരുന്ന് വീഡിയോകളൊക്കെ കാണാമെന്നും. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കത് ഇഷ്ടമല്ലെന്ന്. ഒന്ന് കണ്ടു നോക്ക്, കാണുമ്പോൾ നിനക്കൊരു ഐഡിയ കിട്ടും. പിന്നെ വീഡിയോയിൽ കാണുന്ന പെണ്ണുങ്ങളെപ്പറ്റി എന്നോട് പറയരുത്, അവളുമാരുടെ സാഹസമൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് പറ്റുന്നത് മതി, എങ്കിലും വ്യത്യസ്തത ഉണ്ടാകുമല്ലോ. അല്ലാതെ ഓരോ ദിവസം ഒരേപോലെ ആയിരുന്നു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ രസമില്ല. പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്. വീഡിയോ കാണുമ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കും, ഇത് നിനക്ക് പറ്റുമോ, ഇഷ്ടമാണോ എന്ന്. ഞാൻ ചിലതൊക്കെ പറയും, ഇത് വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ ഇന്ന് അത് നോക്കാമെന്ന് പറയും. അങ്ങനെ ചില പരീക്ഷണങ്ങളിൽ കൂടി ഞങ്ങൾ മുന്നോട്ട് പോയി. ചിലതൊക്കെ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, ഞാനൊന്ന് തുള്ളിച്ചാടിയെന്ന് പറയാം. ചിലത് അങ്ങനെ പറയുന്ന പോലൊന്നും എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും തോന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി അത് വേണ്ടാന്നും. എന്തായാലും പുള്ളിക്ക് ഞാൻ മെച്ചപ്പെട്ട് വരുന്നതിൽ നല്ല സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ നീ പിക്കപ്പായി. ഒന്ന് പോ മനുഷ്യ, ആവശ്യമില്ലാത്തവരോ വാക്കുകളൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കാതെ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് കളിയാക്കല്ല, ഒരു അഭിനന്ദനമാണ്. ഇത്രയും നാളും ജീവിച്ചിട്ടും എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ വട്ടം അങ്ങനെയല്ല. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മെച്ചപ്പെടുത്താമെന്ന്. അങ്ങനെ മെച്ചപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഗുണം എനിക്കാണുണ്ടായത്. കാര്യം, എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയി. പണ്ട് ഹസ്ബൻഡിനോട് എന്താ പറഞ്ഞതും, എടീ, എല്ലാ ദിവസവും ഞാൻ വരുമ്പോൾ നീ ഒരുങ്ങി നിൽക്കണം, റെഡി ആയിരിക്കണമെന്നും. ഇപ്പോൾ അങ്ങനെയല്ല. ഹസ്ബൻഡ് വന്നു കഴിയുമ്പോഴേക്കും ഞാനാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഞാൻ ഒരു സിഗ്നൽ കൊടുക്കും, റെഡിയായി വന്നു എന്നുള്ള രീതിയിൽ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്രമം ഇല്ലാതാക്കിയതും ഞാനാണ്. കാര്യം, എനിക്ക് അത്രയ്ക്ക് ആവേശം കൂടി.
പണ്ട് കല്യാണം കഴിഞ്ഞ ആ സമയത്തെ സ്വഭാവം ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴില്ലേ ഞാൻ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയാണ്. പണ്ട് ഞാൻ കാട്ടിക്കൂട്ടിയതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നും, ചിരി വരും. ഒന്നുമില്ലാത്തൊരു ജീവിതമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പലിശ കൂടുമ്പോൾ ഇൻട്രസ്റ്റും മുതലും ഒക്കെ കൂടുമല്ലോ. എന്തായാലും ഹസ്ബൻഡിനും അതൊത്തിരി ഇഷ്ടമായി. പക്ഷേ ഹസ്ബൻഡ് വന്നതോടുകൂടി ഹസ്ബൻഡിൻ്റെ ബാപ്പ മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലിരിക്കാൻ തുടങ്ങി. ഉള്ള പണികളും മറ്റു കാര്യങ്ങളും എല്ലാം മേൽനോട്ടത്തിന് എൻ്റെ ഭർത്താവിനെ ഏൽപ്പിക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്. നേരത്തെ 8 മണിക്ക് വന്നിരുന്ന ആൾ ചിലപ്പോൾ താമസിച്ചാണ് വരുന്നത്. ആ സമയത്ത് ഞാൻ നിങ്ങളിന്ന് കിടന്ന് വെറുതെ ഉറങ്ങാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ദേഷ്യപ്പെടും. ഞാൻ ക്ഷീണിച്ച് വന്നത് നീ കണ്ടില്ലേ, ഇപ്പോഴും നിനക്ക് ഈ ആഗ്രഹമുള്ളൂന്ന്. ഞാൻ പറയും, നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞത്? ഇവിടെ വന്നപ്പോൾ എന്നും വേണം, എന്നും നിൻ്റെ സ്നേഹം വേണമെന്നല്ലേ പറഞ്ഞത്? നീ എന്താ പണ്ട് പറഞ്ഞ കാര്യത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നത്? മിഥുന സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം സീനുകളും. ഞാൻ പറഞ്ഞു, അതൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹ സാമീപ്യമില്ലെങ്കിൽ ഞാനും അതേപോലെ മാറിപ്പോകും എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ക്ഷീണമുണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എത്ര ദിവസം വെറുതെ ഇരിക്കും? ഞാനിവിടെ വെറുതെ മച്ചിലോട്ട് നോക്കി കിടക്കണോ എന്ന് ചോദിച്ചു. പുള്ളി അപ്പോൾ റെഡിയാകും. ഞാൻ വഴക്ക് പറഞ്ഞല്ലേ അപ്പോൾ ഓക്കെ ആകും. അല്ലെങ്കിലില്ലേ ചിലപ്പോൾ മടി പിടിച്ച് കിടക്കും. എനിക്കാണെങ്കിൽ ഭർത്താവിൻ്റെ ബാപ്പയോടാണ് ദേഷ്യം വന്നത്. ഇങ്ങർക്കിതും എന്തിൻ്റെ കേടാണ്? മൂത്ത മകൻ വന്നപ്പോഴേക്കും എല്ലാം തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബിസി. ബാപ്പയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉമ്മയുമായിട്ട് ഭയങ്കര കൊഞ്ചലും കുഴലും ഒക്കെ. ഇതെന്താ ഇത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ പറയാൻ ഭയമുണ്ട്. ഒരു ദിവസം എന്നോട് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ ചോദിച്ചു, അല്ല മോളെ, ഇപ്പം അവൻ വന്നിട്ട് കുറേ കാലമായില്ലേ, രണ്ടാമത്തെ കാര്യങ്ങളൊന്നും വേണ്ടെന്നാണോ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു, പിന്നെ ഒന്നും നടക്കുന്നില്ല, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് നല്ലത്, അത് ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു, അതിനെ എത്രയും സംസാരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭർത്താവും കൂടെ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് കൗണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് ഗൾഫിലൊക്കെ ജീവിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകും, അധികം സ്ട്രെസ് എടുക്കരുത്, ഉറക്കം ഒഴിയരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങളൊരു 11 മണിയാകുമ്പോഴേക്കും വീട്ടിൽ വാ, അധികമായിട്ട് കിടന്ന് ബിസിനസ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ എന്ന് പറഞ്ഞേക്കണേ ബാപ്പയോട് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അതിനെന്താ മോളെ, ഞാൻ പറഞ്ഞോളാം, അതൊക്കെ ശരിയാക്കി എടുക്കാം, നീ വിഷമിക്കണ്ട, അവൻ നേരത്തെ വന്നോളും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ഹസ്ബൻഡ് മാക്സിമം 11 മണിക്ക് മുമ്പേ വരും. പിന്നെ കാര്യങ്ങൾ വളരെ ജോറായിരുന്നു. ഗുളികകളൊക്കെ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്, നല്ല ജീവിതശൈലിയുണ്ട്, പിന്നെ സൂപ്പർ എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വസ്ത്രങ്ങളൊക്കെ നടുക്കി വെക്കുകയാണേ ഹസ്ബൻഡ് അലമാരയിൽ. അപ്പോഴുണ്ട് എനിക്ക് കുറച്ച് ഗുളികകൾ കിട്ടി. എന്തിനാണെന്ന് എനിക്കറിയില്ല. അതെടുത്ത് ഞാൻ ഇൻ്റർനെറ്റിൽ ഒന്ന് തിരഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൾഫിലൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേകതരം ഗുളികയാണത്. ഞാനത് ഫോണിൽ തിരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുരുഷന്മാർ ഊർജം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുളികയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിച്ചിട്ടാണോ ഇത്രയും കാട്ടിക്കൂട്ടുന്നത് എന്ന് ഞാൻ ഓർത്തു. ഇനി അഥവാ ഇപ്പോഴെങ്ങാണ് ക്ഷീണമാണെന്ന് പറഞ്ഞ സമയത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാനാണെങ്കിൽ തപ്പിപ്പുഴയിലെ കാലി ബോട്ടിലുകളും കിട്ടി. ഇത്ര നാളായിട്ടും പുള്ളിയുടെ സെപ്പറേറ്റ് അലമാരയിൽ ഞാനങ്ങനെ കയറി പരിശോധനകളൊന്നും നടത്താറില്ല, പ്രൈവസി ആണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഉപയോഗിച്ച് ചില ബോട്ടിലുകളും കിട്ടി, പഴയ ബോട്ടിലുകളുണ്ട്. അപ്പോൾ പണ്ടും ഇങ്ങനെ വരുമ്പോൾ ഇത് കൊണ്ടുവരും, ഉപയോഗിക്കും. ഞാനാണെങ്കിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗുളികയല്ല. സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാർശ്വഫലങ്ങളുണ്ടാകും. എനിക്ക് മനസ്സിലായി ഹസ്ബൻഡ് ഇത് ദീർഘനാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും അതെടുത്ത് മാറ്റി വെച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാനതെടുത്ത് എൻ്റെ അലമാരയിൽ കൊണ്ടുവച്ചു. വരുമ്പോൾ എന്നോട് ചോദിക്കുമല്ലോ, അപ്പം അതിന് മറുപടി പറയാം. തൽക്കാലം ഒന്നും മിണ്ടണ്ട എന്ന് വിചാരിച്ചു. അന്ന് രാത്രി വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല രസത്തിലാണ് വന്നത്. ഞാനും ഓക്കെ എന്നുള്ള മട്ടിൽ നിന്നു. പുള്ളി അത്താഴമൊക്കെ കഴിച്ച ശേഷം ഗുളിക കഴിക്കാനായിരിക്കും അലമാരയൊക്കെ തുറന്ന് നോക്കുന്ന കണ്ടു. കൊള്ളാം, വരുമ്പോഴേ ഗുളിക എടുത്ത് കഴിക്കും, ഇതാണോ പരിപാടി എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തൊക്കെയോട് നടക്കുന്നുണ്ട്. എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു സാധനം കാണുന്നില്ലെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് സാധനം നിങ്ങളെ കാണാത്തതും? എൻ്റെ അലമാരി നീ തുറന്നു ചോദിച്ചു. തുറന്നു. നിങ്ങളുടെ അലമാരി എനിക്ക് തുറക്കാൻ പറ്റില്ലേ? എന്താവശ്യത്തിനാണ് തുറന്നത്? അത് ഞാൻ എന്തോ കാണാതെ ഇപ്പം തുറന്നാണ്. നീ ആ മെഡിസിൻ എടുത്ത് മാറ്റി വെച്ചൊന്ന്
എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാറ്റി വെച്ചു. ഞാനത് കണ്ടുപിടിച്ചു. ഗൂഗിളിലൊക്കെ ഞാൻ തിരഞ്ഞു. അത് എനിക്ക് ഡോക്ടർ കുറിച്ച് തന്നാണ്. ഏത് ഡോക്ടർ നിങ്ങൾക്ക് കുറിച്ച് തന്നത്? നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കുറിച്ച് തന്ന മെഡിസിൻസിൽ ആ മരുന്നില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ വന്നു? ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു മരുന്നല്ല. അപ്പോൾ നിങ്ങൾ പണ്ട് തൊട്ടേ ഇത് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ കാട്ടിക്കൂട്ടിയതെല്ലാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഒച്ചയോർത്ത് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നിന്നെപ്പോലെ ചാട്ടവും തുള്ളലുള്ള പെണ്ണുങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ആണുങ്ങൾക്കൊരു പ്രതിവിധി? നിന്നെ മേയ്ക്കാൻ ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ വേറൊരു മാർഗം കണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ തോന്നിയ ദിവസം പറയരുത്. പണ്ട് തൊട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടെ ചാടിയത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെങ്കിലും കൂടുതൽ വേണമെന്ന്. നിങ്ങൾ എന്തിനാണ് ഈ മരുന്ന് ആദ്യകാലം തൊട്ട് ഉപയോഗിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ജോലി സ്ഥലത്തും എന്തോ സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് ഉപയോഗിച്ച് ഉല്ലസിക്കുകയായിരുന്നു. നാട്ടിൽ വരുമ്പോൾ ഇവിടെ ഉല്ലസിക്കും. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കും. പക്ഷേ നിങ്ങൾക്കതിൻ്റെ പാർശ്വഫലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പ്രശ്നങ്ങൾ. എന്നിട്ട് നിങ്ങളത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഇനി രക്ഷപ്പെടുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഹസ്ബൻഡ് ചാടി വീണിട്ട് പറഞ്ഞു, നിന്നെ ഉദ്ദേശിച്ചാണ് ഞാനത് നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ കഴിച്ചത്. നീ എൻ്റെ സ്വന്തമല്ലേ? സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി, ഊർജം കിട്ടാൻ വേണ്ടി ഞാൻ കഴിച്ചതാണ്. നിന്നെ ഓർത്ത് മാത്രമാണെന്ന്. ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ഗുളിക കഴിക്കാതെ നിങ്ങൾക്ക് ഊർജമില്ലേ? ഒന്നുമില്ലേ? പണ്ടേ എല്ലാം പോയതാണോ എന്ന് ചോദിച്ചു. എന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ എന്തോ കാര്യമുണ്ട്. നിങ്ങൾ ഗൾഫിൽ വെച്ചും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും നിങ്ങൾ തരികിടയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്. അപ്പോൾ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ലല്ലോ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കും. നിങ്ങൾ നമ്പർ 1 തരികിടയാണ്. നിങ്ങളെ എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങളുടെ കയ്യിരിപ്പോണ്ടാണ് രണ്ടാമതൊരു കുട്ടി ഉണ്ടാകാത്തത് എന്ന് പറഞ്ഞ് ഞാൻ വഴക്കിട്ടു. അതിന് മറുപടിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് നല്ല ബഹളം വെച്ചു. ഞാനും ബഹളം വെച്ചു. ചുരുക്കം പറഞ്ഞാൽ അത് റൂമിൽ നിന്ന് പുറത്ത് കേൾക്കുന്ന വിധമായി. എൻ്റെ അമ്മായിമ്മ വന്ന് കഥകൾ തട്ടി. ഞാൻ കഥക് തുറന്നു. എന്താ അവിടെ പ്രശ്നം? എന്താ രാത്രി വഴക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മേ, രണ്ടാമതൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആള് ഡോക്ടർ പറഞ്ഞ മരുന്നല്ല കഴിക്കുന്നത്. എവിടെയോ കണ്ട മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുകയാണ്. അതിൻ്റെ പാർശ്വഫലം കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. എൻ്റെ പഠിച്ചോനെ, ഞാൻ എന്തേ കേൾക്കുന്നത്? എന്താണ് ഇവിടെ പറയുന്നത്? നീ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞ മരുന്നല്ലേ കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭർത്താവ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മയ്ക്കറിയാമോ, ഇവളാണെങ്കിൽ ക്ഷീണിച്ചു വന്ന എന്നെ കിടത്തി പൊറപ്പിക്കില്ല, ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. വരുമ്പോൾ തന്നെ കൈയും കലാശം കാണിച്ചിട്ട് എന്നോട് ഓരോന്ന് പറയാമേ. ഞാൻ പിന്നെന്താ ചെയ്യേണ്ടത്? ഭാര്യയെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ ആണുങ്ങളുടെ ജീവിതം കുളമാകില്ലേ? അതുകൊണ്ട് ക്ഷീണാവസ്ഥയിലും ഒന്ന് നന്നായിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വരുത്തിച്ചതാണ്. ഞാൻ എന്ത് ചെയ്യണം ഉമ്മ? എല്ലാം ഇവിടെ തുള്ളലും ഇടക്കവും കൊണ്ടാണ്. ഞാൻ ഒരു പുരുഷനല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് ഉമ്മ താടിക്ക് കൈ കൊടുത്തിട്ടും, ഷൂ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? എടീ, നിനക്ക് എന്തിൻ്റെ കേടാണ്? കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാരെങ്കിലും ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങളാണോ ഈ കേൾക്കുന്നത്? എന്താടി ഇത്? ഞാൻ പറഞ്ഞു, അമ്മേ, ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ഇത് പണ്ട് തൊട്ടേ എന്നെ കല്യാണം കഴിച്ച സമയത്ത് മുതലേ ഉപയോഗിക്കുന്ന മരുന്നാണ്. പഴയ ബോട്ടിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങേരിത് ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഗൾഫിലായിരുന്നപ്പോഴും വേറെ എന്തൊക്കെയോ തരികടകളുണ്ടെന്നാണ്. അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാനത് സമ്മതിക്കില്ല. എനിക്കിങ്ങനെ നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞു. ആഹാ, ഇപ്പം അതുമായോ? ചുമ്മാതല്ല, വഴക്കും വക്കാണോ? രണ്ടുപേരും കൂടെ ഇനി അടങ്ങ്. അവനിങ്ങി വന്നില്ലേ? പിന്നെ ഉള്ളത് കൊണ്ട് രണ്ടുപേരും തൃപ്തിപ്പെടുക, അതായിരിക്കും നല്ലത്. അല്ലാതെ ഡോക്ടർ പറയാത്ത മരുന്നുകളൊക്കെ കഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നിനക്ക് നാണമില്ലേടാ? അവൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ഉടനെ തന്നെ ഈ കുറുക്ക് വഴിയാണ് നോക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അമ്മയും വഴക്ക് പറഞ്ഞു. മകൻ പറഞ്ഞതിൽ കുറച്ചമ്മ വിശ്വസിച്ചു, ഞാൻ പറഞ്ഞതിലും കുറച്ചമ്മ വിശ്വസിച്ചു. എന്നാലും ഞാനാണ് അവിടെ തെറ്റുകാരിയായത്. എൻ്റെ ഇളക്കമാണെന്നല്ലേ പറഞ്ഞത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിചാരിക്കുക കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് ഞാൻ കുതിരയെ നിർബന്ധിച്ച് മുതിര കഴിപ്പിച്ചെന്നല്ലേ വിചാരിക്കൂ. ആ കൂടി നാണക്കേടായി. ഹസ്ബൻഡ് അന്ന് എന്നോട് മിണ്ടിയില്ല. പിറ്റേ ദിവസം മിണ്ടിയില്ല. അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല ഗ്യാപ്പായി. പിന്നെ എന്നോട് പറഞ്ഞ് ഗുളിക തരാൻ. ഞാൻ പറഞ്ഞു തരില്ല, ഞാൻ അത് നശിപ്പിച്ച് കളഞ്ഞെന്നും. ഇനി നിങ്ങളുടെ തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിച്ചു, സ്വാഭാവികമായുള്ള കാര്യങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് അടങ്ങി. പക്ഷേ മാഡം, അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അങ്ങേർക്ക് ഗുളികകളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് കണ്ടതും ഇന്ന് കണ്ടതുമെല്ലാം ആ ഗുളികയുടെ മഹിമയാണ്. അല്ലാതെ അങ്ങേർക്കായിട്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ലെന്ന് എനിക്കന്ന് മനസ്സിലായി. കൂടുതൽ ഞാൻ വഴക്കുണ്ടാക്കാൻ പോയില്ല. ഉള്ളത് കൊണ്ട്
കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷേ പോകെ പോകെ ഉള്ളതും ഒന്നുമില്ലാതായി. ഞങ്ങൾ തമ്മിൽ നന്നായി അകന്നു. പിന്നീട് അങ്ങേരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഇല്ല. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ മൈൻഡ് ചെയ്തതായി. ഞങ്ങൾ തമ്മിലുള്ള റിലേ പൂർണ്ണമായും കട്ടായി. ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നും ശരിക്കും ഗുളിക എടുത്തങ്ങ് കൊടുത്താലോ എന്നും. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, അതിൻ്റെ മേൽ ഈ ബന്ധം നിലനിർത്തി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയുടെ ആരോഗ്യം നശിക്കും. ഡോക്ടർമാർ ഗുളികയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കഴിച്ച് പതുക്കെ ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഗുളിക കഴിച്ചതുകൊണ്ട് ഇങ്ങേർക്ക് ഈ ഒരു കാര്യത്തിൽ ഒട്ടും ഗുണമുണ്ടായില്ല. ഞങ്ങൾ അകന്നകന്ന് പൊക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് വഴക്കമുണ്ടായി. ഒരു ദിവസം ഭർത്താവ് നന്നായി വഴക്കുണ്ടാക്കി. ബാപ്പ വരുന്നതിന് മുമ്പാണ് വഴക്കുണ്ടാക്കുക സാധാരണ. ബാപ്പ വരുമ്പോഴേക്കും സൈലൻ്റ് ആകും. അന്നെന്തോ ബാപ്പ നേരത്തെ വന്നു. ഞങ്ങളുടെ വഴക്ക് അദ്ദേഹം കേട്ടെന്ന് തോന്നുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് സൈലൻ്റായി. അന്ന് അങ്ങനെ ആ വഴക്ക് അവസാനിപ്പിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബാപ്പ അപ്പോൾ അവിടെ ഇല്ല. ഉമ്മയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴുണ്ട് ബാപ്പ കയറി വരുന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. ആ മോൾ അവിടെ നിന്ന് TV കണ്ടോ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ബാപ്പ വന്ന് എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു സ്ക്വാഷ് ഉണ്ടാക്കി തരാൻ. ഞാനാണെങ്കിൽ ഉണ്ടാക്കി കൊടുത്തു. അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ബാപ്പ എന്നോട് ചോദിച്ചു, ശരിക്കും നിങ്ങൾക്ക് തമ്മിൽ എന്താ പ്രശ്നം? എനിക്ക് അദ്ദേഹത്തോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ബാപ്പ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബാപ്പയോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഉമ്മയോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയെന്നും. അപ്പോൾ എന്നോട് ബാപ്പ പറഞ്ഞു, നിൻ്റെ അമ്മായിമ്മ എന്നോടെല്ലാം പറഞ്ഞു. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ മോൻ ഒരു പോങ്ങനാണ്. അടുത്ത് നിൻ്റെ യഥാർത്ഥ പ്രശ്നവും എനിക്ക് മനസ്സിലായി. എന്താ ബാപ്പ എൻ്റെ പ്രശ്നം എന്ത് മനസ്സിലായെന്നാണ്? എടി, നിന്നെ പിടിച്ചാൽ കിട്ടില്ല. നീയാണെങ്കിൽ കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയാണ്. നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ മോഹങ്ങളുണ്ട്. നീ ഇപ്പോൾ അവൻ്റെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയായിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം വഴക്കുണ്ടാക്കിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നു, പക്ഷേ ഒന്നും കിട്ടുന്നുമില്ല. അതല്ലേ പ്രധാന പ്രശ്നം. എനിക്കത് കേട്ട് ദേഷ്യം വന്നു. ബാപ്പ എന്ത് വർത്തമാനം പറയുന്നത്? ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യ കാര്യമാണിത്. ആ സ്വകാര്യമാണെങ്കിൽ പുറത്താരും കേൾക്കരുത്. എടി, നീ അവനോട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ കേട്ടതാ. അവന് ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞ് നീ ആക്ഷേപിക്കുകയും ചെയ്തു. അത് ശരിയായിരിക്കാം. എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണമെന്നാണ്. ആ ഉമ്മയ്ക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. പ്രായമായില്ലേ? എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. ഞാനിപ്പോഴും ചെറുപ്പക്കാരിയാണ്. എൻ്റെ ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതിന് എന്നെ മാത്രം കുറ്റം പറയരുത്. സ്ത്രീയുടെ കുറ്റമാണോ? സ്ത്രീക്ക് പുരുഷന്മാരിൽ നിന്ന് അപ്പോൾ ഒന്നും അനുഭവിക്കാനുള്ള യോഗമില്ലേ? അല്ലെങ്കിൽ അവർക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പാപ്പ പറഞ്ഞു, നിന്നെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, എന്നാലും നിനക്ക് എടുത്തുചാട്ടം കൂടുതലാണ്. ആവേശവും നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നു ചാടാൻ അവന് പറ്റുന്നില്ല. 2 സത്യമാണ്. നീ എൻ്റെ മുഖത്ത് നോക്കി പറ, നിനക്ക് ആവേശമില്ലേ? ആ ആവേശത്തിനോടൊപ്പം അവന് വരാൻ പറ്റുന്നില്ല. അതല്ലേ നിന്റെ പ്രധാന പ്രശ്നം? അതെ, അതാണ് എൻ്റെ യഥാർത്ഥ പ്രശ്നം. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. എൻ്റെ ഭർത്താവിനോടല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാപ്പു പറഞ്ഞു, ഭർത്താവിനോടാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ സമ്മതിച്ചു. അപ്പോൾ ഇതാണ് നിന്റെ യഥാർത്ഥ പ്രശ്നമെങ്കിൽ ഈ അടുത്ത കാലത്തെങ്ങും അവൻ നന്നാവാൻ തോന്നില്ല. ഗുളിക കഴിച്ച് ഉയർത്തി വെച്ച് അവൻ എങ്ങനെയാടി ഇനി നന്നാകുക? പിന്നെ അവൻ്റെ ശീലങ്ങൾ എന്തായിരുന്നു? ഗൾഫിൽ അവൻ എന്താ ചെയ്യാമെന്ന് ഞാൻ എങ്ങനെ അറിയുക? അവൻ്റെ പുറകെ എനിക്ക് നടക്കാൻ പറ്റുമോ? അവൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? എൻ്റെ കുറ്റമല്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പ്രായമാണെങ്കിലും ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരു ഗുളിക ഉപയോഗിക്കാതെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിൻ്റെ പ്രശ്നം എൻ്റെ അടുത്തായിരുന്നെങ്കിൽ എന്നെ അത് ശരിയായേനെ. നീ ഇത്രയും കിടന്ന് ചാടിത്തുള്ളേണ്ട ഒരു പ്രശ്നവുമില്ലായിരുന്നു പറഞ്ഞു. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വലിയ ദേഷ്യമായി. ഞാൻ റിമോട്ട് തറയിലെറിഞ്ഞിട്ട് എൻ്റെ റൂമിൽ കയറി വാതിലടച്ചു. പിന്നെ ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് വാതിൽ തുറന്നത്. ഉണ്ടായ സംഭവമൊന്നും ഞാൻ പറഞ്ഞില്ല. പുള്ളി എന്നെ പിന്നെ ശ്രദ്ധിച്ചുമില്ല. എങ്കിലും ആരുമില്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്ന് എന്നെ തുറച്ചു നോക്കും. ചില ദിവസങ്ങളിൽ എന്നെ ഒന്ന് മുട്ടാൻ ശ്രമിച്ചു. ഇങ്ങനെ എനിക്ക് പ്രശ്നമാകും എന്ന് മനസ്സിൽ വിചാരിച്ചു. പക്ഷേ പിന്നീട് എന്നെ പ്രത്യേകമായി നോക്കുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദേഷ്യം എവിടെയോ കുറയാൻ തുടങ്ങി. ഒരു ദിവസം TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും TVയുടെ റിമോട്ടിന് പകരം അങ്ങേർ എന്നെ വേറെന്തോ കാണിച്ച പോലെ എനിക്ക് തോന്നി. ഒരു മിന്നായം പോലെ മിന്നി മായുന്ന മായാജാലം ഞാൻ കണ്ടു. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങേരവിടെ കുത്തിയിരിക്കുകയായിരുന്നെന്ന് എനിക്ക് തോന്നി. ഞാൻ വെട്ടിത്തിരിഞ്ഞ് നടന്നു. ഒരു ദിവസം
മുറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറയുകയാണ്, ഇതാണ് നിനക്ക് പറ്റിയെന്ന്. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ, ഒന്ന് ഞാൻ ഞെട്ടി. ഇങ്ങനത് എന്തിൻ്റെ കേടാണ് എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ അവിടെയും ചുണ്ടുകൊട്ടി തിരിഞ്ഞു നടന്നു. പ്രശ്നങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. കാര്യം ഒന്നാമതേ ലൈഫ് പ്രശ്നമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ഇങ്ങനൊരു ശല്യമാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ രാത്രികളിൽ ബാപ്പയുടെ പകലിലുള്ള പല പ്രവർത്തനങ്ങളും എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ മനസ്സ് ആകെ മാറിപ്പോയിരുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഞാൻ ഹസ്ബൻഡിനോട് കൂട്ടുകൂടാൻ ചെന്നു. അദ്ദേഹത്തിന് അത് എന്നോട് ദേഷ്യമായിരുന്നു. എങ്കിലും ഒളിപ്പിച്ച് വെച്ച ഗുളിക ഞാൻ എടുത്തു കൊടുത്തു. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളിത് കഴിക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്ക് സന്തോഷമായി. പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഗുളികയും ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലേ, എന്തൊക്കെയാണ് നടക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ അവിടെയും നിരാശയായി. വെറുതെ എങ്ങനെ ഗുളിക കഴിച്ച് ഉള്ള ആരോഗ്യം നശിപ്പിക്കുന്നല്ലാതെ ഇനിയും ഗുണമുണ്ടാകില്ലേ എന്ന് തോന്നി. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു തുടർച്ചയായിട്ട് കഴിക്കണമെന്ന്. തുടർച്ചയായിട്ട് കഴിക്കാൻ ഞാനങ്ങ് പറഞ്ഞു. എന്തെങ്കിലും വരട്ടെ, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നെങ്കിലും ഹസ്ബൻഡിനോട് എനിക്ക് മാനസികമായിട്ട് അത്ര വലിയ പൊരുത്തമൊന്നും തോന്നിയില്ല മാഡം. എന്തൊരകൽച്ച പോലെ തന്നെ. എങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മുറക്കി നടന്നു പോയിരുന്നു. പിന്നീട് ബാപ്പ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോഴില്ലേ എനിക്ക് എന്തോ ഒരു കൗതുകമാണ് തോന്നിയത്. ഒരു നിമിഷം ഞാൻ അത് രസിക്കാൻ തുടങ്ങിയോന്ന് എനിക്ക് തന്നെ സംശയമായി. പിന്നീട് ഒരു ദിവസം ഉച്ചയ്ക്ക് ടി വി കാണാൻ വേണ്ടി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാപ്പ അവിടെ ഇരിപ്പുണ്ട്. അന്ന് ഉമ്മ അവിടെ ഇല്ല, ഹസ്ബൻഡും പോയിരിക്കുകയാണ്. പിന്നെ കുട്ടി സ്കൂളിലും. ഞാൻ റിമോട്ട് എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വേറൊരു റിമോട്ട് കാണിച്ചു. അന്ന് എനിക്ക് പക്ഷേ പ്രതികരിക്കാനൊന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു കണ്ടിട്ട് യാതൊരു കാര്യമില്ല, പ്രവർത്തന മണ്ഡലത്തിൽ ഒന്ന് കറങ്ങണമെന്ന്. അപ്പോൾ പാപ്പ ഒന്നും മിണ്ടിയില്ല. എന്നെ കണ്ണ് കാണിച്ചു അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലാൻ. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ മുറിയിലേക്കെന്ന്. അങ്ങനെ അനുസരണുള്ളിൽ കുഞ്ഞാടായി അദ്ദേഹം എന്നെ അനുഗമിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല. പറയാതെ തന്നെ ഞങ്ങൾക്കിടയിൽ കെമിസ്ട്രിയും ബയോളജിയും നന്നായി സെറ്റായി. എനിക്ക് സത്യം പറഞ്ഞാൽ അലറി വിളിക്കാൻ ഉള്ള ആഗ്രഹങ്ങൾ മനസ്സിനുള്ളിൽ കിടന്നിരുന്നു. അതിപ്പോൾ ഞാൻ അലറി വിളിച്ചെന്നെ തീർത്തു. മോളെ, അവൾ കയറി വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആര് കയറി വന്നാലും എനിക്കൊന്നുമില്ല, എനിക്ക് ആഹ്ലാദിക്കണം. ആഹ്ലാദ സ്വരങ്ങൾ എന്നിൽ നിന്ന് വരും ബാപ്പ എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ നീ കുറേ നേരം ആഹ്ലാദിക്കൂ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വെറുത്ത ബാപ്പയുടെ എല്ലാ വറുത്ത സ്വഭാവങ്ങളും എന്നിലേക്ക് ആവാഹിച്ചു. സത്യം പറഞ്ഞാൽ ഭർത്താവ് ഒരു വശത്തുണ്ട്, ഇപ്പുറത്ത് ബാപ്പയുള്ളത് കൊണ്ടാണ് എൻ്റെ ജീവിതം സന്തോഷമായി പോകുന്നത്. പലരും ഇത്തരം ബന്ധങ്ങളെപ്പറ്റി കുറ്റം പറയും. എങ്കിലും നമ്മുടെ ജീവിതം സന്തുലിതമായി നിർത്താൻ നമുക്ക് സന്തോഷമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആവശ്യമുണ്ട്. മാഡം ഇതിന് എതിരായി സംസാരിക്കുന്നത് എനിക്കറിയാം. എന്നാലും എനിക്കിപ്പോൾ രണ്ടാമത് വിശേഷമുണ്ട്. അത് ഏത് വഴിക്ക് വന്നെന്ന് പറഞ്ഞാലും ഞാൻ മാനേജ് ചെയ്യും. എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് മാഡത്തിനോടൊന്ന് പറയുകയാണ്. എല്ലാ സ്ത്രീകളും ഒരുപോലെ കരഞ്ഞു കൂക്കി മെഴുകി വിളിക്കുന്നവരല്ല എന്നുള്ളത് മാഡം മനസ്സിലാക്കുക. ഓക്കെ മോളെ, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ ഒരു സംശയം, ഇത്തിരി മുമ്പ് അവസാനം കഥയിൽ പറഞ്ഞെന്താണ് കരഞ്ഞു കൂക്കി വിളിക്കുന്നത് ഇഷ്ടമാണെന്ന്, പിന്നെ പറയുന്നു കരഞ്ഞു കൂക്കി വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന്. ഓക്കെ, രണ്ടും രണ്ട് പ്രോസസ്സാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഭയങ്കരമായി കുറ്റബോധം കൊണ്ട് കരയുകയോ കൂകുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യില്ല. ധൈര്യമുള്ള പെണ്ണായിട്ട് ഈ രഹസ്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നല്ലേ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്, അവനവൻ്റെ പ്രശ്നങ്ങൾ രഹസ്യമാണെങ്കിലും പരസ്യമാണെങ്കിലും ഇനി അല്ലാത്താണെങ്കിലും നന്നായി മാനേജ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. കുറ്റബോധമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല, നമുക്കതൊരു കഥ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെയാണ് വേറൊരു സ്ത്രീയോട് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പുരുഷനോട് പറയാൻ പറ്റുമോ ഇതൊരു മാതൃകയായ കഥയാണ്, ഇതിനെപ്പോലെ കാണിച്ചാൽ മതി എല്ലാം ശരിയാകുമെന്ന്? ഇല്ല, നിങ്ങളൊന്നിനും മാതൃകയല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാനേജ് ചെയ്യുന്നു, അതൊക്കെ. അല്ലാതെ ഇതൊരു മാതൃകാ കഥയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ എതിർപ്പ്. മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റുന്നൊരു കഥയല്ല, അത്രയേ ഉള്ളൂ.